ഹലോ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ നോമ്പും പെരുന്നാളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു റൂട്ടീനിലേക്കാണ് പോയത്. ഇനി ഉച്ചക്കത്തെ ഭക്ഷണം രാവിലത്തെ ഭക്ഷണം ഇങ്ങനെയാണ്. അപ്പോൾ ഞാനൊരു ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉച്ചക്കത്തെ റെസിപ്പീസാണിത്. മീൻ പൊരിച്ചതും പിന്നെ വെള്ളരിയുടെ ഒരു സൂപ്പ് പോലത്തെ ഒരു സാമ്പാറും പിന്നെ ഒരു ചിക്കൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ചില്ലിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം മീൻ ഫ്രൈ ആക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒരു 10 മിനിറ്റോളം ഞാൻ മാരിനേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ചെറുതായിട്ടൊരു വിനേഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ആക്കുന്നതാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ കറിവേപ്പിലയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റോളം ആദ്യം ഒന്ന് ഫ്രൈ ആക്കുക, ഒരു മീഡിയം വെച്ച് കൊടുത്തിട്ട് പിന്നെ തീ ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് തണുക്കാൻ വെച്ച് കൊടുത്തിട്ട് അതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും 10 മിനിറ്റ് ഫ്രൈ ആക്കുന്നത്. ഇത് ചില്ലിയാണ് കേട്ടോ, ബോൺലെസ് ചില്ലിയാണ്. ഞാൻ നല്ലോണം ചെറുതായിട്ടൊന്ന് ക്യൂബ് കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരും പിന്നെ കുറച്ച് സോയ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മാരിനേറ്റ് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് വരെ മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇതിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ബാക്കി കട്ടാക്കുന്ന ആ നേരം വരെ മാത്രം ഇതിനെ മാരിനേറ്റ് ആക്കിയിട്ട് ഞാൻ വെച്ചത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. ഞാൻ ഒട്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്കുള്ള ഉള്ളി, ക്യാപ്സിക്കം ഇതൊക്കെ ഞാൻ കട്ടാക്കാൻ പോവാം. പിന്നെ അതിന് മുമ്പായിട്ടില്ല, ഞാൻ എന്തായാലും ഇന്ന് വെള്ളരിയുടെ സൂപ്പ് പോലത്തെ സാമ്പാർ ഉണ്ടാക്കാനാണ് പോകുന്നത്. കാരണം ഒരുപാട് ഇങ്ങനെ വെള്ളം പോലെ ആയിട്ട് അങ്ങനത്തെ ഒരു സാമ്പാറാണ്. അപ്പോൾ അതിലേക്ക് ഞാനിത് ഒരു ഉള്ളി, ഒരു തക്കാളി പിന്നെ കുറച്ച് ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് സൂപ്പ് പോലത്തെ വെള്ളരി സാമ്പാർ എന്ന്. അപ്പോൾ ഇത് നാടൻ വെള്ളരി കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഹോം മെയ്ഡായിട്ടുള്ള സാമ്പാർ പൊടിയായിട്ടോ ഇത്. ഇതിലധികം എരിവൊന്നുമില്ല, അധികം മണവുമില്ല, അങ്ങനത്തെ ഒരു സാമ്പാർ പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സൂപ്പ് പോലെ ആവുന്നുണ്ടെന്ന്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ടൊരു 2-3 വിസിലാക്കിയിട്ട് എടുക്കാം. എന്നിട്ടിപ്പോൾ ഞാൻ കുക്കറിന് അപ്പുറത്ത് അടുപ്പിൽ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചില്ലി ആക്കാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെയായിട്ടോ ഞാൻ ബാക്കിയുള്ളതൊക്കെ മസാലയൊക്കെ റെഡിയാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തത്. കാരണം ഇതേ ഓയിലിൽ തന്നെ, ബാക്കി വന്ന ഓയിലിൽ തന്നെ എല്ലാ മസാലയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിപ്പോൾ കോരി മാറ്റാം. കോരി മാറ്റി കഴിഞ്ഞിട്ട് ഇതേ ഓയിലിലേക്ക് തന്നെ ഞാൻ ഒരു മീഡിയം സൈസിലുള്ള 2 ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത് നല്ലോണം ചെറുതായിട്ട് കട്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ പണ്ടില്ല, ആദ്യമൊക്കെ ഞാൻ കുക്കിംഗ് പഠിക്കുന്ന ആ സമയത്തൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ചില്ലിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബൊന്നും കാണാറുണ്ടായിരുന്നില്ല. യൂട്യൂബ് കാണാതെ എനിക്കിഷ്ടപ്പെട്ട ഒരു രീതിയാണ്. പക്ഷേ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളും ഒരു തവണ ഇത് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. ഇതിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്ത മുളക് പൊടി തന്നെ നല്ലോണം എരിവുണ്ടായിരുന്നു. അത് അറിയാഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് 2 മുളകും കൂടി പച്ചമുളകും കൂടി ചേർത്തിട്ടുള്ളത്. ഇനി ഇതിപ്പോൾ ഒരു ക്യാപ്സിക്കമാണ്, മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം. ഇത് മസാലപ്പൊടികളൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, ചെറിയ ജീരകം, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഫ്രൈ ആക്കുക. എന്നിട്ട് ആ ബൗളിലേക്ക് തന്നെ എത്ര ഗ്രേവി വേണോ അത്രയും നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വറ്റിച്ചെടുക്കുക. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് അതേ ബൗളിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുക്കാക്കിയിട്ട് എടുക്കാൻ ഒരുപാടധികം സമയമൊന്നും എടുക്കുന്നില്ല. ഞാൻ ഇപ്പോൾ തന്നെ ഇതിലേക്ക് ചിക്കനും കൂടി ഒന്ന് തള വരുമ്പോഴത്തേക്ക് തന്നെ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കൻ ഇട്ട ബൗളിലില്ലേ അതിലേക്കും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളപ്പിക്കാൻ പോവാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം സോയ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ ചെക്കാക്കാം. പക്ഷെ ഞാൻ ചെക്കാക്കുമ്പോൾ തന്നെ ഇല്ലേ കുറച്ച് മുളക് പൊടി എരിവ് കൂടിപ്പോയി. എന്നാലും സാരമില്ല, കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്കില്ലേ കളറിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ കുറച്ചും കൂടി ചില്ലി അല്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അപ്പുറത്തടുപ്പത്ത് ഞാൻ കുക്കർ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് വെച്ച് ചോറ് തിളപ്പിച്ചതിന് ശേഷമാണ് മീൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഫ്രൈ ആക്കുക. ഒരു 10 മിനിറ്റ് മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചില്ലി ഇവിടെ റെഡി ആയിക്കൊണ്ടേ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവസാനം ഇതിലേക്ക് മല്ലിയിലയും കൂടെ കട്ടാക്കി ഇട്ട് കൊടുക്കുക. ഇത് ഞാനല്ല, എൻ്റെ മോളായിട്ട് കൊടുത്തത്. അവൾക്ക് ഇങ്ങനെ വീഡിയോ വെച്ച് കൊടുത്തിട്ടിരിക്കുമ്പോൾ ക്യാമറയുടെ മുന്നിൽ വരാൻ നല്ലൊരു ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ വന്നിട്ട് കൊടുത്തത്. അങ്ങനെ ഇതാ ഇവിടെ ചില്ലിയും കൂടി റെഡി ആയിട്ടുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. നല്ല അടിപൊളിയായിട്ടുള്ള ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ വെള്ളരിയുടെ സാമ്പാറിലേക്ക് ഒന്ന് കടുക് താളിച്ചിട്ട് കൊടുക്കണം. കടുകിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മുളകും കൂടി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അവസാനം ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് കറണ്ടും കൂടി പോയി, അതുകൊണ്ട് ഇത്ര ഒരു ഡാർക്കായിട്ട് കാണുന്നത്. അങ്ങനെ ഇതാ എൻ്റെ കറികളൊക്കെ, ഉച്ചക്കത്തേക്കുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനത്തെ കറികളൊക്കെ ആക്കി കഴിക്കുന്നതല്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ആക്കാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. എന്നിട്ട് നിങ്ങൾ വിലപ്പെട്ട കമൻറ്റും കൂടിയിട്ട് തന്നു ഒന്ന് സപ്പോർട്ടാക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.